മോർണിംഗ്. ഷെയർസിൻ്റെ അകത്തുള്ള പ്രധാനപ്പെട്ട ജേണൽ എൻട്രീസുകളാണ് നോക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് എഴുതി തന്നെ പഠിക്കുക. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഫസ്റ്റിൽ ഷെയർ അപ്ലിക്കേഷൻസ്, രണ്ടാമത്തത് ഷെയർ അലോട്ട്മെൻറ്റ്, മൂന്നാമത്തത് ഷെയർ ഫസ്റ്റ് കോൾ മണി. അപ്പോൾ ഷെയറിൻ്റെ ക്യാഷ് അല്ലെങ്കിൽ ഷെയറിൻ്റെ എമൗണ്ട് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇരുന്ന് കളക്ട് ചെയ്യുന്നത് ഒന്ന് അപ്ലിക്കേഷൻ എമൗണ്ടിലൂടെയും മറ്റൊന്ന് ഷെയർ അലോട്ട്മെൻറ്റിലൂടെയും മറ്റൊന്ന് ഷെയർ ഫസ്റ്റ് കോളിലൂടെയാണ്, അല്ലെങ്കിൽ കോൾ മണി എന്ന് പറയും. ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ, തേർഡ് കോൾ എന്ന് പറയും. അപ്പോൾ ഷെയർ അപ്ലിക്കേഷനിലൂടെ കളക്ട് ചെയ്യുന്നത് ബാങ്കിൽ വരും, ഷെയർ അലോട്ട്മെൻറ്റിലൂടെയും കളക്ട് ചെയ്യുന്നത് ബാങ്കിൽ വരും, ഷെയർ ഫസ്റ്റ് കോള് കളക്ട് ചെയ്യുന്നത് ബാങ്കിൽ വരും, സെക്കൻഡ് കോൾ അല്ലെങ്കിൽ ഫൈനൽ കോള് കളക്ട് ചെയ്യുന്നത് ബാങ്കിൽ വരും. ഇപ്പോൾ ഒരു ഷെയറിൻ്റെ വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ ഫേസ് വാല്യൂ 10 രൂപയാണെങ്കിൽ ഷെയർ അപ്ലിക്കേഷനിലൂടെ 2 രൂപ, ഷെയർ അലോട്ട്മെൻറ്റിലൂടെ 3 രൂപ, ഷെയർ ഫസ്റ്റ് കോളിലൂടെ 2 രൂപ. അപ്പോൾ 2ഉം 5ഉം 7ആയി. ഷെയർ ഫൈനൽ കോളിലൂടെ 2 രൂപ. ഇങ്ങനെയായിരിക്കും ചിലപ്പം കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ കളക്ട് ചെയ്യുന്ന എമൗണ്ട് നമ്മൾ എന്ത് കാണിക്കണം? ജേണൽ എൻട്രി കാണിക്കാം. ആ ജേണൽ എൻട്രീസുകളാണ് പറയുന്നത്. നോക്കാം. ഫസ്റ്റിൽ അപ്ലിക്കേഷൻ എമൗണ്ട് ബാങ്കിലേക്ക് വരുന്നു. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് അപ് ടു ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട്, അതാണ് റിസീപ്റ്റ് ഓഫ് അപ്ലിക്കേഷൻ എമൗണ്ട്. ഷെയർ ഹോൾഡേഴ്സ് കമ്പനിയിലേക്ക് എന്ത് ചെയ്യുന്നു? ഷെയർ വാങ്ങിയിട്ട് ക്യാഷ് അടക്കുമ്പം കമ്പനീൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എന്ത് വരും? ക്യാഷ് വരും. ക്യാഷ് വരുന്നതായിട്ട് കാണിക്കും. ബാങ്ക് അക്കൗണ്ട് അപ് ടു ഷെയർ അപ്ലിക്കേഷൻ. ഈ കിട്ടിയ ഷെയർ അപ്ലിക്കേഷൻസ് പിന്നെ അത് ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതാണ് രണ്ടാമത്തെ ജേണൽ എൻട്രി. ഷെയർ അപ്ലിക്കേഷൻ എമൗണ്ട് ബാങ്കിലേക്ക് വരുന്നു. രണ്ടാമത്തത് ആ കിട്ടിയ എമൗണ്ട് എവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു? ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഷെയർ അപ്ലിക്കേഷൻ എമൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ. ഇപ്പോൾ ഒരു 1000 ഷെയർസാണ് കമ്പനി ഇഷ്യൂ ചെയ്യുന്നത്. അപ്ലിക്കേഷൻ എമൗണ്ട് 2 ആണെങ്കിൽ 2000 ഉണ്ടാവും. 2000 ബാങ്കിലേക്ക് വരുന്നു. 2000 ബാങ്ക് അക്കൗണ്ട് അപ് ടു ഷെയർ അപ്ലിക്കേഷൻസ് 2000 ഡെബിറ്റിലും 2000 ക്രെഡിറ്റിലും വരും. ആ എമൗണ്ട് എടുത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്ലിക്കേഷൻ എമൗണ്ട് എടുത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനടുത്തായിട്ട് കാണിക്കാം ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് അപ് ടു ഷെയർ ക്യാപിറ്റൽ 2000 കാണിക്കും. ഇങ്ങനെയാണ് അതിൻ്റെ ഫസ്റ്റിലത്തെ ആപ്ലിക്കേഷൻ എമൗണ്ട് എന്താ ചെയ്യുന്നതെന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ അപ്ലിക്കേഷൻ എമൗണ്ട് ക്യാൻസലായി പോകുന്നുണ്ട്. പകരം എന്ത് വരും? ബാങ്ക് അക്കൗണ്ട് അപ് ടു ഷെയർ ക്യാപിറ്റൽ എന്നുള്ള ജേണൽ എൻട്രീസാണ് അവിടെ എഫക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ ആദ്യത്തേത് അപ്ലിക്കേഷൻ എമൗണ്ട് കിട്ടുന്നു, പിന്നെ അത് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അടുത്ത ഘട്ടം വരുന്നത് അലോട്ട്മെൻറ്റ് എമൗണ്ട് ആണ്. അലോട്ട്മെൻറ്റ് എമൗണ്ട് ആദ്യം ഡ്യൂ ആകുന്നു. ഡ്യൂ ആകുമ്പോൾ ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് അപ് ടു ഷെയർ ക്യാപിറ്റൽ എന്ന് വരും. അപ്പോൾ അലോട്ട്മെൻറ്റ് 3 ആണെന്ന് വിചാരിക്കുക, ഒരു 3000 ആണെന്ന് വിചാരിക്കാം. 3000 ഷെയർ അലോട്ട്മെൻറ്റ്, ഷെയർ ക്യാപിറ്റൽ 3000 ആദ്യം ഡ്യൂ ആകുന്നു. ഷെയർ ഹോൾഡേഴ്സ് ക്യാഷ് അടക്കണം. ക്യാഷ് അടക്കം ബാങ്കിലേക്ക് വരും. 3000 ബാങ്കിലേക്ക് വരുന്നു. എങ്ങനെയാണ്? ഏത് എമൗണ്ടാണ്? അലോട്ട്മെൻറ്റ് എമൗണ്ടാണ്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് അപ് ടു ഷെയർ അലോട്ട്മെൻറ്റ് ആദ്യം ഡ്യൂ ആകുന്നു, പിന്നെ അത് ബാങ്കിലേക്ക് കിട്ടുന്നു. പിന്നെയും എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് കോൾ വിളിക്കുമ്പോൾ ഫസ്റ്റ് കോൾ ഒരു 2000 ആണെന്ന് വിചാരിക്കുക. 2000 ഷെയർ ക്യാപിറ്റൽ അതും ഡ്യൂ ആകുകയാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് കോൾ വിളിക്കുന്നു. 2000 ഫസ്റ്റ് കോൾ അക്കൗണ്ട് അപ് ടു ഷെയർ ക്യാപിറ്റൽ. ആ എമൗണ്ട് കിട്ടുമ്പോൾ ബാങ്ക് അക്കൗണ്ട് അപ് ടു ഷെയർ ഫസ്റ്റ് കോൾ 2000 ആണ്. 2000. അപ്പോൾ ആദ്യത്തെ ഷെയർ അപ്ലിക്കേഷൻസ് മാത്രം ആദ്യം കിട്ടുന്നു. അപ്പം ബാങ്ക് അക്കൗണ്ട് ടു ഷെയർ അപ്ലിക്കേഷൻസ്, പിന്നെ അത് ട്രാൻസ്ഫർ ചെയ്യുന്നു ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ടു ഷെയർ, പിന്നെ ഒക്കെ ഡി ആകുന്നു. ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ, ബാങ്ക് അക്കൗണ്ട് ടു ഷെയർ അലോട്ട്മെൻറ്റ്. രണ്ടാമതാണ് ബാങ്കിൽ കിട്ടുന്നത്. ഫസ്റ്റ് കോളും എന്താണ്? ആദ്യം ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ, പിന്നെയാണ് അത് ബാങ്കിലേക്ക് വരുന്നത്. ആ രീതിയിൽ ഓർമ്മിച്ചാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. ഇനി സെക്കൻഡ് കോൾ ഉണ്ടെങ്കിൽ സെയിം ജേണൽ എൻട്രീസ് ആണ്. എന്താ വരിക? ഷെയർ ഫസ്റ്റ് എന്നുള്ളിടത്ത് സെക്കൻഡ് കോൾ അക്കൗണ്ട് അപ് ടു ഷെയർ ക്യാപിറ്റൽ, ബാങ്ക് അക്കൗണ്ട് അപ് ടു സെക്കൻഡ് കോൾ. ഇനി ഫൈനൽ കോളും കൂടി ഉണ്ടെങ്കിൽ ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ, ബാങ്ക് അക്കൗണ്ട് അപ് ടു ഷെയർ ഫൈനൽ കോൾ. ഈ രീതിയിലാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ജേണൽ എൻട്രീസ്. ഇത് എഴുതി തന്നെ പഠിക്കുക. ഓക്കെ, താങ്ക് യു.